എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവൽ മിൽക്കാണ്. ഈ അവൽ മിൽക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു മലബാറി ഡിഷാണ്. പിന്നെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. എല്ലാവർക്കും സ്വാഗതം. ഈ അവൽ മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ഈ സാധാരണ നമ്മളെ മട്ട അവിലാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെള്ള അവിലാണ്. പിന്നെ നല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള അവിലില്ല, അതെടുക്കാതെ കുറച്ച് കട്ടിയുള്ള അവിൽ തന്നെ എടുക്കണം കേട്ടോ. അതൊന്ന് ഒരു 3 മിനിറ്റ് 2.5 മിനിറ്റ് 3 മിനിറ്റ് അങ്ങനെ വറുത്തെടുക്കുക. പിന്നെ നമുക്കൊരു മൈസൂർ പഴമുണ്ട് 3 എണ്ണം. അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 4-5 എണ്ണമൊക്കെ എടുക്കാം. ഒരു 3 സ്പൂണ് ഷുഗർ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ പാലുണ്ടല്ലോ, കുറച്ച് പാൽ അവിടെ മാറ്റി വെച്ചേക്ക്. എന്നിട്ട് പാലൊഴിക്കുക. അതിനുശേഷം നമ്മുടെ വറുത്ത കടലയും കുറച്ച് കാഷ്യൂ ഒക്കെ ഇട്ടിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ വറുത്ത അവൽ അതിലേക്ക് മാറ്റാം കേട്ടോ. ഇത് കുറേ നേരം ഇട്ട് ഇളക്കാനൊന്നും പാടില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇത് അവലല്ലേ, പൊതിർന്നു പോകും. ഇത് നല്ലോണം ഫ്രൈ ചെയ്യണം കേട്ടോ. 3 മിനിറ്റൊക്കെ ഫ്രൈ ചെയ്താൽ മാത്രമേ ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പണി. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള പാലും കൂടി അതിലേക്ക് ഒഴിക്കുക. എന്നിട്ടൊരു ഗ്ലാസ്സിലേക്ക് പകർന്നിട്ട് അതിന് ശേഷം അതിന് കുറച്ച് ഗാർണിഷ് ചെയ്യാം. നമുക്ക് കുറച്ച് കാഷ്യൂ, കുറച്ച് നിലക്കടലൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ.